Hi all. ഇന്ന് മൊഡ്യൂൾ 6 ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഐസോപാരാമെട്രിക് എലമെന്റ്സ്. ഐസോപാരാമെട്രിക് എലമെന്റ്സ്. ഈ എലമെന്റ്സ് എന്തിനാ യൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ച്വൽ കേസസിൽ, ആക്ച്വൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിൽ കോംപ്ലക്സ് ആൻഡ് ഇറഗുലർ ജിയോമെട്രീസ് ഉണ്ടാവും. കോംപ്ലക്സ് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന 2 ഡയമെൻഷണൽ ട്രയാങ്കുലർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ എലമെന്റ്സിനെ കൊണ്ട് ഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സിന് പറയുന്ന പേരാണ് ഐസോപാരാമെട്രിക് എലമെന്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക, ഫിഗർ 5.1. ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു കർവ്ഡ് ഷേപ്പാണ്. ഈ കർവ്ഡ് ഷേപ്പിനെ നമ്മളൊരു ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഫൈനൈറ്റ് എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഒന്നല്ലെങ്കിൽ റെക്റ്റാങ്കുലർ എലമെന്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ട്രയാങ്കുലർ എലമെന്റ് ഉപയോഗിക്കും. അപ്പോൾ ട്രയാങ്കുലർ, ഫോർ എക്സാമ്പിൾ ട്രയാങ്കുലർ എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ ഭാഗം കണ്ടോ, ഇത്രയും ഭാഗം, ഈ ഏരിയാസ് നമുക്ക് എന്താവും? വേക്കൻ്റ് ആവും. എന്തുകൊണ്ടാണ്? ഇതൊരു കർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ആ ജിയോമെട്രീനെ ഫുള്ളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ബൈ യൂസിങ് ട്രയാങ്കുലർ എലമെന്റ്സ്. റെക്റ്റാങ്കിൾ ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഐസോപാരാമെട്രിക് എലമെന്റ്സ്. യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഐസോപാരാമെട്രിക് എലമെന്റ്സ്. അതായത് ഫോർ ഡിഫൈനിങ് കർവ്ഡ് ബൗണ്ടറീസ്. ഓക്കെ, കർവ്ഡ് ഷേപ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? Isoparametric element. It is for problems involving curved boundaries. A family of element known as isoparametric elements can be used. So, എന്താണ് ഐസോപാരാമെട്രിക് എലമെന്റ്? കർവ്ഡ് ഷേപ്സിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ് ഐസോപാരാമെട്രിക് എലമെന്റ്സ്. ഓക്കെ, then we are moving to next slide. So, ഒന്നുകൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യാം എന്താണ് ഐസോപാരാമെട്രിക് എലമെന്റ്. നോർമലി നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുക? ഷേപ്പ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു ഡിഫൈനിങ് ദി ജിയോമെട്രി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി എലമെന്റ്. ഷേപ്പ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു ഡിഫൈനിങ് ദി ജിയോമെട്രി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി എലമെന്റ്. സോ വി ആർ യൂസിങ് ഷേപ്പ് ഫംഗ്ഷൻസ്. ഷേപ്പ് ഫംഗ്ഷൻസ് വച്ചിട്ട് നമ്മൾ ഒരു എലമെന്റ് ഡിഫൈൻ ചെയ്യുകയാണ്. അതാണ് ഐസോപാരാമെട്രിക് എലമെന്റ് നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗർ കണ്ടോ? ഈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഉണ്ട് ഈ ഫിഗർ. ആ ഫിഗറിൽ വി ക്യാൻ സി എത്ര നോട്ട്സ് കാണാം? 1, 2, 3. ഈ ഡോട്ടഡ് ഇതാണ് നോഡ്. 1, 2, 3, 4, 5, 6, 7 and 8. 8 നോഡ് ഉണ്ട്. കൂടാതെ നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്യുന്നത് ഈ 8 നോഡിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്താൽ യൂസ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ഡെൽറ്റ സിമ്പൽ. ഇപ്പം എത്ര ഡെൽറ്റ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 and 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ടഡ് എന്താണ്? ഡിഫൈൻ ചെയ്ത് ജിയോമെട്രി ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. നോട്ട്സ് 8 നോഡ് ഉണ്ട്. അതിൽ ഡോട്ട് നോഡ് യൂസ് ഫോർ ഡിഫൈനിങ് ദി ജിയോമെട്രി ആൻഡ് ഡെൽറ്റ നോട്ട്സ് എന്താണ്? ഫോർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടലായിട്ട് 8 നോട്ട്സ് ജിയോമെട്രിയെ ഡിഫൈൻ ചെയ്യാനും കൂടാതെ 8 നോട്ട്സ് ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഓൾ ദി 8 നോട്ട്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ജിയോമെട്രി ആസ് വെൽ ആസ് ഡിസ്പ്ലേസ്മെന്റ്. If the number of nodes are used for defining the geometry is same as the number of nodes used for defining the displacement, then it is known as isoparametric elements.
കൃത്യമായിട്ടുള്ള ഡിഫൈൻ. അതായത് നമ്മൾ ജിയോമെട്രി ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നോഡ്സിന്റെ എണ്ണവും കൂടാതെ ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നോഡ്സിന്റെ എണ്ണവും ഈക്വൽ ആണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഐസോപാരാമെട്രിക് എലമെന്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ തന്നെ രണ്ട് കാറ്റഗറിയും കൂടെ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് നമുക്ക് ഐസോപാരാമെട്രിക് എലമെന്റ് ഡെറിവേഷൻസ് ഉണ്ട്, അതിലേക്ക് കടക്കാം. അപ്പോൾ another type of element we have, it is super parametric elements. Super parametric element. Super parametric element എന്താണെന്ന് വെച്ചാൽ, if the number of nodes used for defining the geometry is more than the number of nodes used for defining the displacement, then it is known as super parametric element. Just എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ജിയോമെട്രിയെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന നോഡ്സ് is more than nodes we are using for displacement, then it is called as super parametric elements. For example, നോക്കിയാൽ ഈ ഡോട്ടഡ് ആണ് എന്താ ജിയോമെട്രി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1 2 ഡോട്ട് എത്ര ഡോട്ട് ഉണ്ടോ 1 2 3 4 5 6 7 and 8. എത്ര ഡെൽറ്റ ഉണ്ട്? 1 2 3 4. ഡെൽറ്റ എന്തിനാണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡോട്ട് എന്തിനാണ്? ജിയോമെട്രി. അപ്പോൾ രണ്ടും നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം, ജിയോമെട്രി ഡിഫൈൻ ചെയ്തിരിക്കുന്ന എലമെന്റ്സ് ഇറ്റ് ഇസ് മോർ ദാൻ വാട്ട് വി ആർ ഡിഫൈനിങ് ഫോർ യൂസ്ഡ് ഫോർ നോട്ട്സ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ്. സോ വി വിൽ കോൾ ഇറ്റ് ആസ് സൂപ്പർ പാരാമെട്രിക് എലമെന്റ്. നെക്സ്റ്റ് വി ഹാവ് സബ് പാരാമെട്രിക് എലമെന്റ്. സബ് പാരാമെട്രിക് എലമെന്റ് എന്ന് വെച്ചാൽ, if the number of nodes used for defining the geometry is less than number of nodes used for defining the displacement, then it is known as super parametric elements. അതായത് ജിയോമെട്രിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡ്സ് ഏതൊക്കെയാണ്? ഇതിൽ 1 ഡോട്ടഡ് ആണ്, 1 2 3 4 4 ഡെൽറ്റ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അത് എത്ര ഉണ്ട്? 1. എത്ര ഡെൽറ്റ ഉണ്ട്? 1 2 3 4 5 6 7 and 8. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് കൂടുതൽ? ഡെൽറ്റയാണ് കൂടുതൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെൽറ്റ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡ്സ് ജിയോമെട്രി ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡ്സിനേക്കാളും കൂടുതലാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് സബ് പാരാമെട്രിക് എലമെന്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഐസോ പാരാമെട്രിക് എലമെന്റ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ 2 ഡയമെൻഷണൽ ട്രയാങ്കുലർ എലമെന്റ് ഡിഫൈൻ ചെയ്യുന്നതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു കർവ്ഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെയുള്ളതാണ് ഐസോപാരാമെട്രിക് എലമെന്റ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ്, നമ്മൾ ഓൾറെഡി പഠിച്ച രണ്ട് ടൈപ്പ് ഉണ്ട്, ഷേപ്പ് ഫംഗ്ഷൻസും നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റവും. ഷേപ്പ് ഫംഗ്ഷൻസും നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റവും ഇത് നമ്മൾ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ഷേപ്പ് ഫംഗ്ഷൻസ് എന്താണ് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ആർ ഡിഫൈനിങ് എ പാരന്റ് എലമെന്റ്. പാരന്റ് എലമെന്റ് എന്ന് വെച്ചാൽ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു എലമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇതാണ് എലമെന്റ്, ഒരു റെക്ടാങ്കുലർ എലമെന്റ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റും. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ ഉള്ള ഷേപ്പിൽ വേരിയേഷൻ വരും. അതായത് ഇതൊരു പാരന്റ് എലമെന്റ് ആണ്. ഇതിനെ നമ്മൾ കർവ്ഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഏതൊക്കെയാണ്? നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റവും കൂടാതെ ഷേപ്പ് ഫംഗ്ഷൻസിന്റെയും രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു റെക്ടാങ്കുലർ എലമെന്റ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് പാരന്റ് എലമെന്റ്. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ആണ് എപ്സിലോണും ഈറ്റയും. ഓക്കെ, ഇതിന്റെ 0 0 ഒറിജിൻ. ഈ എലമെന്റിന്റെ
4 നോഡ്സ് ആണിത്. 1 2 3 ആൻഡ് 4. അതിൻ്റെ ഓരോന്നിൻ്റെയും നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള കോർഡിനേറ്റ് വാല്യൂസ് ആണ്. 1-ലുള്ളത് -1 1 -1 -1, 2-ലുള്ളത് 1 -1, 3-ലുള്ളത് 1 1 ആൻഡ് 4-ലുള്ളത് -1 1. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം 1 ആണ് ആവാമുള്ളൂ. അതാണ് ഇത് 1 വരാൻ കാര്യം ഇവിടെയൊക്കെ. അതായത് 4 നോഡ്സിലും ഉള്ള വാല്യൂ ഓഫ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, കോർഡിനേറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം 1 ആണ് വരാമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ യൂണിറ്റ് വാല്യൂസ് വരുന്നത് -1 -1 -1 1 -1 1 1 -1 1. ഇതിന് പറയുന്ന പേരാണ് പാരന്റ് എലമെന്റ്. അപ്പോൾ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. അതിൻ്റെ കോർഡിനേറ്റ് ആണ് എപ്സിലോണും ഈറ്റയും. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എപ്സിലോൺ ഈറ്റയും. അതൊരു എ പോയിന്റ് ഇൻ ദാറ്റ് സിസ്റ്റം, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത സ്ട്രക്ചറിനെ നമ്മൾ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട്, നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ട്രാൻസ്ഫോം ചെയ്യണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ പാരന്റ് എലമെന്റ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചത് തന്നെയാണ് പാരന്റ് എലമെന്റ്. ഇത് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എപ്സിലോണും ഈറ്റയും. ആൻഡ് ഓൾസോ 4 നോഡുണ്ട്, 1 2 3 4, 4 നോഡിലുള്ള വാല്യൂസ് ഇത്ര അറിഞ്ഞിരിക്കുക. ഇതാണ് പാരന്റ് എലമെന്റ്. ഇതിന് നമ്മൾ എക്സ് ആൻഡ് വൈ സിസ്റ്റത്തിലോട്ട് മാറ്റും. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ ഷേപ്പ് ഉണ്ടാവും. ഇത് മാപ്ഡ് എലമെന്റ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ ഷേപ്സിലുണ്ടാവുന്ന ചേഞ്ചസ്, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്യുക, അതിന് കുറച്ച് റിലേഷൻസ് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ നമ്മളങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മൾ വി ആർ യൂസിങ് എക്സ് ഈസ് ഈക്വൽ ടു n1 x1 പ്ലസ് n2 x2 പ്ലസ് n3 x3 പ്ലസ് n4 x4 ആൻഡ് ഓൾസോ y ഈസ് ഈക്വൽ ടു n1 y1 പ്ലസ് n2 y2 പ്ലസ് n3 y3 പ്ലസ് n4 y4. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻസ്. അതിലെന്താണ് n1 n2 n3 n4 ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഷേപ്പ് ഫങ്ഷൻസ്. n1 n2 n3 n4. അപ്പോൾ അതിനും 4 റിലേഷൻ ഉണ്ട്. n1 എന്ന് വെച്ചാൽ n1 ഈസ് ഈക്വൽ ടു c ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഈറ്റ ഈക്വേഷൻ. കൂടാതെ n2 എന്താണ്, c ഇൻറ്റു 1 പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഈറ്റ. n3 ഈസ് ഈക്വൽ ടു c ഇൻറ്റു 1 പ്ലസ് ഈറ്റ ഇൻറ്റു 1 പ്ലസ് എപ്സിലോൺ. n4 ഈസ് ഈക്വൽ ടു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 പ്ലസ് ഈറ്റ. ഈ 4 ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. കൂടാതെ എക്സിൻ്റെയും വൈയുടെ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു n1 ആൻഡ് n2 n3 n4. ഓക്കെ, അപ്പം ടോട്ടൽ നമുക്ക് 6 എണ്ണം ഉണ്ട്. ഈ 6 റിലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് പാരന്റ് എലമെന്റിൽ നിന്നും നമ്മുടെ ഫൈനൽ മാപ്ഡ് എലമെന്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ നമുക്ക് എക്സിൻ്റെയും വൈയുടെ റിലേഷൻ കിട്ടി, പിന്നെ n1 n2 n3 n4 റിലേഷൻസ് കിട്ടി. അപ്പോൾ ഇതിലൊരു സി എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. ഓരോ റിലേഷൻ നോക്കുമ്പോൾ തന്നെ ഒരു സി എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെ വാല്യൂ ആദ്യം ഫൈൻഡ് ചെയ്യണം. അതിനെന്താണ് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് ഓൾറെഡി അറിയാം. ഈ n1 n2 n3 n4 അതെന്താണ്, ഓരോ നോഡിലുമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ 1 എന്ന് പറയുന്ന നോഡിലാണ് n1, 2 എന്ന് പറയുന്ന നോഡിലാണ് n2, 3 എന്ന് പറയുന്ന നോഡിൽ n3 ആൻഡ് 4 എന്ന് പറയുന്ന നോഡിൽ 4. അപ്പോൾ ഈ n1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ n2 n3 n4 എന്ന് പറയുന്നത് അതിൻ്റെ സ്വന്തം നോഡിൽ അതിൻ്റെ വാല്യൂ 1ഉം മറ്റുള്ള നോഡിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ശ്രദ്ധിക്കുക, n1 ഫോർ എക്സാമ്പിൾ n1 എന്ന് പറയുന്ന നോഡാണെങ്കിൽ 1 എന്ന് പറയുന്ന നോഡിൽ n1ൻ്റെ വാല്യൂ 1ഉം ബാക്കിയുള്ള നോഡുകളിൽ n1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. n1 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന നോഡിൽ 1ഉം ബാക്കിയുള്ള നോഡിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും.
കൂടാതെ N1 എന്ന് പറയുന്ന നോഡിൽ N2 N3 N4 എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് ഇറ്റ്സ് ഓൺ നോഡിൽ ഷേപ്പ് ഫംഗ്ഷന്റെ വാല്യൂ, അതായത് സ്വന്തം നോഡിൽ ഷേപ്പ് ഫംഗ്ഷന്റെ വാല്യൂ 1ഉം മറ്റുള്ള നോഡുകളിൽ ഷേപ്പ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ ഈ ഓരോ പോയിന്റ് ഓരോ നോഡിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണ് നോക്കുക. അറ്റ് നോഡ് 1, നോഡ് 1 എന്ന് പറയുന്നത് ഏത് ഷേപ്പ് ഫംഗ്ഷൻ ആണ്? N1 ആണ്. അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, N1 1 ആണ്. ബാക്കിയുള്ള വാല്യൂസ് അതായത് N2 N3 N4 റിമൈനിങ് N2 N3 N4 എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ നോഡ് 2ൽ N2 എന്തായിരിക്കും? 1 ആയിരിക്കും. N1 N3 N4 എന്തായിരിക്കും? 0 ആയിരിക്കും. സിമിലർലി ഫോർ നോഡ് 3 N3 is 1, N1 N2 N4 and N1 N2 and N4 is 0. At node 4 N4 is 1, N1 N2 and N3 is 0. ഇങ്ങനെ 4 കണ്ടീഷൻസ് നമുക്ക് കിട്ടും ഫോർ ഈച്ച് നോഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അറ്റ് നോഡ് 1, ഈ നോഡ് 1ലുള്ള എപ്സിലോൺ N1ന്റെ വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് N1ന്റെ വാല്യൂ നമുക്കറിയാം, ഇതാണ് N1ന്റെ വാല്യൂ. അപ്പോൾ നോഡ് 1ലെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N1 എന്താണ്? 1 ആണ്. 1 is equal to C ഇൻറ്റു ഈ എപ്സിലോണിന്റെ വാല്യൂ എത്രയാണ്? -1. ഈറ്റയുടെ വാല്യൂ എത്രയാണ്? -1. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C കിട്ടും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N1 is equal to C into 1 minus epsilon into 1 minus eta. 1 is equal to C into 1 into minus 1 into 1 minus 1 minus 1. ഇത് ഈറ്റ, ഇത് എപ്സിലോൺ, ഇത് ഈറ്റ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C എന്ത് കിട്ടും? 1/4 കിട്ടും. നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ N1 is equal to 1/4, ഇതാണ് C ആണ് 1/4, 1/4 into 1 minus eta into 1 minus epsilon. ഓക്കെ, 1 minus epsilon into 1 minus eta. അറ്റ് നോഡ് 2 അങ്ങനെ വരും. C വാല്യൂ 1/4 തന്നെ വീണ്ടും കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N2 is equal to, അപ്പോൾ C എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ രണ്ട് നോഡിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ N2 is equal to എന്ത് വരും? 1/4 into 1 plus epsilon into 1 minus eta. അതുപോലെ തന്നെ N3 എന്ത് കിട്ടും? 1/4 into 1 plus epsilon into 1 plus eta. N4 എന്ത് കിട്ടും? 1/4 into 1 minus epsilon into 1 plus eta. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് 1/4 കിട്ടും. അതെന്ത് ചെയ്യുക? N1 N2 N3 N4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വന്നിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻസ് റീറൈറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഐസോപാരാമെട്രിക് എലമെന്റ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, N1 N2 N3 N4 അങ്ങനെയുള്ള 4 വാല്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് പ്രോബ്ലം. ഇവാലുവേറ്റ് ദി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് P which has a local coordinate epsilon is equal to 0.6 and eta is equal to 0.8 as shown in figure. Evaluate the Cartesian coordinate of point P which has a local coordinate epsilon equal to 0.6 and eta is equal to 0.8 as shown in figure. So we have a figure ഉണ്ട്. ഇത് ഡിഫൈൻ ഇൻ x and y കോർഡിനേറ്റ്. x and y കോർഡിനേറ്റിൽ ഉള്ള ഒരു ഫിഗർ. ഇതിൽ നമുക്ക് എന്താ പറയുക? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് എന്താണ്? xy, x1 y1, x2 y2, x3 y3 and x4 y4 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, PXY. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള എപ്സിലോണിന്റെ വാല്യൂവും ഈറ്റയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. P എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സും വൈയും ആണ് അതിന്റെ കോർഡിനേറ്റ്. എക്സും വൈയും ആണ് അതിന്റെ ജനറൽ കോർഡിനേറ്റ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന്റെ വാല്യൂ തന്നിരിക്കുന്നത് എന്താണ്? അതിന്റെ ലോക്കൽ കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് എപ്സിലോൺ ആൻഡ് ഈറ്റ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഇതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കാണണം. എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്? ഇറ്റ് ഈസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ അതെങ്ങനെ കാണാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പാരന്റ് എലമെന്റ്. ജസ്റ്റ് പാരന്റ് എലമെന്റ് എന്താണ്? ഇതാണ് അതിന്റെ പാരന്റ് എലമെന്റ്. നമുക്കൊരു റെക്ടാങ്കുലർ എലമെന്റ് ആണ്. അതിന്റെ എപ്സിലോൺ ഈറ്റ ആണ് അതിന്റെ കോർഡിനേറ്റ്സ്. അതിന് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്? 0.6ഉം 0.8ഉം ആണ്. ഇതാണ് അതിന്റെ ജനറൽ പാരന്റ് എലമെന്റ്. ഇത് നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടുന്ന എലമെന്റ് ആണ്.
തന്നിരിക്കുന്നത് മാപ്ഡ് എലമെന്റ് ആണ്. ഈ ജനറൽ എലമെന്റിനെ അല്ലെങ്കിൽ പാരന്റ് എലമെന്റിനെ നമ്മൾ മാപ്പ് ചെയ്തിരിക്കുമ്പോൾ, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലോട്ട് മാറ്റിയ ശേഷമുള്ള എലമെന്റ് ആണ് തന്നിരിക്കുന്നത്. കുറച്ച് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ലോക്കൽ കോർഡിനേറ്റിലാണ് എന്ന് അറിഞ്ഞിരിക്കും, ഇത്രേ ഉള്ളൂ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലോട്ട് മാറ്റണം. സോ നമുക്ക് ആകെ എത്ര റിലേഷൻസ് ഉണ്ട്? 6 റിലേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സിന്റെ വൈയുടെ റിലേഷൻ, എക്സിന്റെ റിലേഷൻ, വൈയുടെ റിലേഷൻ, കൂടാതെ n1 n2 n3 n4, ടോട്ടൽ 6 റിലേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? n1 n2 n3 n4 കാണും, എന്നിട്ട് എക്സും വൈയും കാണും, ഇത്രേ ഉള്ളൂ. എക്സും വൈയും കാണാൻ നമുക്ക് എന്ത് വേണം? എക്സും വൈയും ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എക്സും വൈയും കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? n1 വേണം, n2 വേണം, n3 വേണം, n4 വേണം. x1 x2 x3 x4 തന്നിട്ടുണ്ട്. അപ്പോൾ n1 n2 n3 n4 കാണാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാച്ചുറൽ കോർഡിനേറ്റ് ഐസോപാരാമെട്രിക് എലമെന്റ്, ആ 4 ഇക്വേഷൻസിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n1 എന്താണ്? 1/4 ഇൻറ്റു 1 മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഈറ്റ ആണ്. അപ്പോൾ n1 നമുക്ക് എപ്സിലോൺ അറിയാം, ഈറ്റ അറിയാം, അതെന്ത് ചെയ്യുക? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇക്വേഷൻ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ ഈറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാണ് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്തിട്ടും 0.02 കിട്ടും. അതുപോലെ തന്നെ n2 കാണുക, സിമ്പിൾ ആണ്. n3 കാണുക, n4 കാണുക. Just substitute the value of epsilon and eta in all relations with respect to n1, n2, n3 and n4. Okay. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 വാല്യൂസ് കിട്ടും. 0.02, 0.08, 0.72 and 0.18. എന്നിട്ട് ഈ വാല്യൂസ് കൊണ്ടുപോയി എക്സും വൈയും ഷേപ്പ് ഫംഗ്ഷനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷൻ എക്സിന്റെ ഇക്വേഷൻ ഇത്, വൈയുടെ ഇക്വേഷൻ ഇത്. അപ്പോൾ എക്സിന്റെ ഇക്വേഷനിൽ n1 x1 പ്ലസ് n2 x2 പ്ലസ് n3 x3 പ്ലസ് n4 x4. ഇതിൽ n1 നമുക്ക് ഇവിടുന്ന് കിട്ടി, ഇതാണ് n1. ദിസ് ഈസ് n1, ഇത് n2, n3 ആൻഡ് n4. അപ്പോൾ അതെന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൂടാതെ x1 വാല്യൂ, x2 വാല്യൂ, x3 വാല്യൂ, x4 വാല്യൂ, അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ വാല്യൂസ്. x1 3, x2 9, x3 6 and x4 is 4. അതുപോലെ തന്നെ y1 ആണ് അറിയണമെങ്കിൽ y1 is 2, y2 is 4, y3 is 8 and y4 is 5. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? 2 ഇക്വേഷൻസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1ന്റെ ഇക്വേഷനും വൈയുടെ ഇക്വേഷനും, എക്സിന്റെ ഇക്വേഷനും വൈയുടെ ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ ആൻഡ് വൈയുടെ വാല്യൂ കിട്ടും. ഇത്രേ ഉള്ളൂ ആ പ്രോബ്ലം. നമുക്ക് 6 ഇക്വേഷൻ ഉണ്ട്. 6 ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. പക്ഷെ അതിൽ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ പറഞ്ഞ നാച്ചുറൽ ലോക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വാല്യൂസ് ആണ്. അതായത് എപ്സിലോണും ഈറ്റയാണ്. ആ എപ്സിലോണും ഈറ്റയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ കൺവേർട്ട് ചെയ്യുക, എക്സും വൈയും ആയിട്ട് കണ്ടുപിടിക്കുക. സോ നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇതും ഇതുപോലെ തന്നെയാണ്, കുറച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. So this is the question. For the isoparametric quadrilateral element shown in figure, determine the local coordinate of P which has a Cartesian coordinate 7, 4. Okay, ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിലുള്ള P എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂസ് 7, 4 തന്നിട്ടുണ്ട്. കൂടാതെ 1, 2, 3, 4 എന്ന് പറയുന്ന 4 നോഡിലെ വാല്യൂസും x1 y1 ആണ് എല്ലാം തന്നിരിക്കുന്നത്. x1 xy കോർഡിനേറ്റ് സിസ്റ്റം, x1 y1, x2 y2, x3 y3, x4 y4 ആണ് തന്നിരിക്കുന്നത്. കൂടാതെ P എന്ന് പറയുന്ന പോയിന്റിൽ x ആൻഡ് y കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ കോർഡിനേറ്റ് കാണണം. ഡിറ്റർമിൻ ദി ഇറ്റ്സ് എപ്സിലോൺ ആൻഡ് ഈറ്റ കോർഡിനേറ്റ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസം എന്താണ്? അതിൽ തന്നിരിക്കുന്നത് ഈ P എന്ന് പറയുന്ന പോയിന്റില് കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നത് എപ്സിലോണും ഈറ്റയാണ് തന്നത്, അതിന്റെ ലോക്കൽ കോർഡിനേറ്റ് ആണ് തന്നത്. പക്ഷെ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ കാർട്ടീഷ്യൻ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റിലുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് 7, 4 ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെയിം ഇക്വേഷൻസ് തന്നെ, അതായത് നമുക്ക് 6 ഇക്വേഷൻ ഉണ്ട്, ആ 6 ഇക്വേഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ x is equal to n1 x1 plus n2 x2 plus n3 x3 plus n4 x4. അതിൽ നമുക്ക് x അറിയാം, p എന്ന് പറയുന്ന പോയിന്റിലാണ് x ഉം y ഉം. x അറിയാം, p എന്ന് വെച്ചാൽ പോയിന്റിൽ എന്താണ് x ഉം y എന്താണ് 7 and 4. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, 7 ഇടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1ന്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട് 3 ആണ്, x2 എന്താണ് 6 ആണ്, x3 8 ആണ്, x4 is 2. അപ്പോൾ അതെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ നമ്പർ 1. ദെൻ വൈയുടെ വാല്യൂ വന്നിട്ടുണ്ട് എന്താണ് 4 ആണ്, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y1 എന്ന് വെച്ചാൽ 1 ആണ്, ഇത് y2 എന്ന് വെച്ചാൽ 1 ആണ്, y3 എന്ന് വെച്ചാൽ 6 ആണ്, y4 എന്ന് വെച്ചാൽ 5 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ. കൂടാതെ നമുക്ക് n1 n2 n3 n4ന്റെ ഇക്വേഷൻസ് അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് കാണേണ്ടത്, എപ്സിലോണും ഈറ്റയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ n1 n2 n3 n4 ആ ഇക്വേഷൻസിന്റെ വാല്യൂസ് ഇതുണ്ടല്ലോ, ഈ 4 ഇക്വേഷൻസ്, ഈ 4 ഇക്വേഷനും നമ്മൾ ഇക്വേഷൻ നമ്പർ 1 and 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഇക്വേഷനിലും ഈ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി n1 ഇടുക, n2 ഇവിടെ ഇടുക, n3 ഇവിടെ ഇടുക, n4 ഇവിടെ ഇടുക. അതുപോലെ തന്നെ വൈയുടെ ഇക്വേഷനിലും, അതായത് ഇക്വേഷൻ നമ്പർ 2 സിമിലർലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, 7, അതാണ് x. 7 is equal to 1/4 into 1 minus epsilon into 1 minus eta into 3 plus 1/4 into 1 plus epsilon into 1 minus eta into 6 plus 1/4 into 1 plus epsilon into 1 plus eta into 8 plus 1/4 into 1 minus epsilon into 1 plus eta into 2. ഇത് n1, ഇത് n2, ഇത് n3 and this is n4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 7 is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും ബ്രാക്കറ്റിലുള്ളതൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 minus epsilon into 1 minus eta ഇത് വരും, ഇതെന്ത് വരും, ഇത് വരും, ഇത് വരും, പിന്നെ ഇത് വരും, എന്ത് ചെയ്യും, ഇങ്ങനെ വരും. അപ്പോൾ നാലും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫൈനലായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സോ അതേപോലെ തന്നെ വൈയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ ഇക്വേഷൻ എന്താണ്, 4 is equal to n1 into 1, ഇതാണ് n1, ഇത് n2 n3 and n4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. കഴിഞ്ഞ സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ എന്ത് കിട്ടും, 3 is equal to 9 eta plus epsilon eta എന്ന് കിട്ടും ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷനായി. അപ്പോൾ 2 ഇക്വേഷൻ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. 2 ഇക്വേഷന് നമുക്ക് 2 അൺനോണാണുള്ളത്. അപ്പോൾ 2 ഇക്വേഷനും സോൾവ് ചെയ്യുക. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 9 is equal to, അതായത് ഈ ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 is equal to 27 eta plus 3 eta plus 3 epsilon plus 3 epsilon eta. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഈ മൂന്നാമത്തെ ഇക്വേഷനെ നമ്മുടെ ആദ്യം വൈയുടെ ഇക്വേഷൻ ഫോം ചെയ്തില്ല, ആ ഇക്വേഷനിൽ നിന്ന് കുറയ്ക്കുക. ഇതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. 9 is equal to, ഇപ്പോൾ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 3 minus 1 എന്ത് വരും, ഈക്വൽ ടു, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്സിലോണും ഈറ്റയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. എപ്സിലോണും ഈറ്റയും തമ്മിലുള്ള റിലേഷൻ, 2 ഇക്വേഷൻ ആണുള്ളത്. 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് അൺനോൺസ് കാണുക, അത്രേ ഉള്ളൂ. എപ്സിലോണും ഈറ്റയും തമ്മിലുള്ളൊരു റിലേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതാണ് നമ്മുടെ എക്സിന്റെ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സോൾവ് ചെയ്യാൻ പറ്റും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എപ്സിലോൺ ഇൻ 1, നമുക്ക് എന്ത് കിട്ടും, എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0.91 എന്നും ഈറ്റ ഈസ് ഈക്വൽ ടു 0.210 എന്നും കിട്ടും. അതായത് 2 ഇക്വേഷൻ ഫോം ചെയ്തു, 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് 2 അൺനോൺസിന്റെ റിലേഷൻ ഫോം ചെയ്തു. എന്നിട്ട് ആ 2 അൺനോൺസ് തമ്മിലുള്ള റിലേഷന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഫോം ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ ഏതിലിട്ടാലും കുഴപ്പമില്ല, ഇട്ടിട്ട് എന്ത് ചെയ്തു, ഫൈനൽ ആൻസർ
കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ലോക്കൽ കോർഡിനേറ്റിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എന്ന് പറയുന്ന പോയിന്റിന്റെ വാല്യൂ. പി എന്ന് പറയുന്ന പോയിന്റിന്റെ എപ്സിലോൺ ഈറ്റ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് തന്നിരുന്നത് ക്വസ്റ്റ്യൻ തന്നിരുന്ന പിന്റെ എക്സ് വൈ വാല്യൂസ് ആണ് തന്നിരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്തു, എപ്സിലോൺ ഈറ്റ ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇന്നത്തെ സെഷൻ ഇത്രേ ഉള്ളൂ, ഐസോപാരാമെട്രിക് എലമെന്റ്സ്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത PPT വീഡിയോയുടെ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ PPT മൊത്തമായിട്ട് കിട്ടും. താങ്ക് യു.